ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫയൽ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഫയലാണ്. ഓക്കെ സാർ. പല അഴിമതി ആരോപണങ്ങളും വരാൻ വഴിയുള്ള ഫയലായതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. ശരി സാർ. ദിസ് ഷുഡ് ബി സബ്മിറ്റ് ടുമോറോ. ഓക്കെ? ഓക്കെ സാർ. രാജു, ഇതെന്തൊരു അത്ഭുതം! ഞാനെന്താ സ്വപ്നം കാണാണോ? എന്താ? അല്ല, അളിയൻ എന്റെ പേര് വിളിച്ചില്ലേ? അളിയനോ? ആ, അളിയൻ. ഞാൻ നിന്റെ പെങ്ങളല്ലേ കെട്ടിയിരിക്കുന്ന. അവളെന്റെ പെങ്ങളൊന്നുമല്ല, എന്റെ മുറപ്പെണ്ണ. ഓ, മുറപ്പെണ്ണ്. അതൊക്കെ ഒരു 50 കൊല്ലം മുമ്പല്ലേ? 4 കെട്ടിനകത്ത് 8 കെട്ടിനകത്ത് നടന്ന് ഒരു പെരളി ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വടക്കിനയിലും തെക്കിനയിലും കാത്തുനിൽപ്പ്, ഇടനാഴിയിൽ വെച്ചൊരു കെട്ടിപ്പിടുത്തം, കുളപ്പുര കോലായിൽ നിന്ന് ഒരു ഒളിച്ചു നോട്ടം. എന്തായിരുന്നല്ലേ? ആ കാലമൊക്കെ പോയില്ലേ? ഇന്ന് മുറപ്പെണ്ണെന്നൊക്കെ പറയുന്നത് മാത്രമല്ല, ഭാര്യയും അമ്മയും ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാലേ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം സിസ്റ്ററാ. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ. പിന്നെ മുറപ്പെണ്ണാണ്, കെട്ടിയേക്കാം, വീട്ടിലെ പട്ടിയാക്കാന്നൊക്കെ സ്വപ്നം കണ്ട് നീ ഋതിക മാഡത്തിന്റെ പുറകെ കുറെ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ വിറ്റ്നസാ. പക്ഷേ നടന്നത് മാത്രം മെച്ചം. നീ എന്നോട് ഒരുസാൻ വരുവാണോടാ? ഹേയ്, അളിയനല്ലേ എനിക്കിട്ട് പണി തരാൻ നടക്കുന്ന ഏതെല്ലാം തരത്തില്. പക്ഷേ ഒന്നും നടന്നില്ല. നീ ഓരോന്ന് പറഞ്ഞ ടെമ്പറാക്കരുത്. വേണ്ടോ വേണ്ടെന്ന് കരുതി ഞാൻ മാറി നടക്കോ? അങ്ങനെ മര്യാദയ്ക്ക് മാറി നടക്കുന്നതേ അളിയന് നല്ലത്. തടി കേടാവില്ല. പോട്ടളിയ. എന്തായാലും ഞാൻ അളിയന്റെ പെങ്ങളെ കെട്ടിയതല്ലേ? ആ, അതിരിക്കട്ടെ. എന്തിനാ അളിയൻ എന്നെ വിളിച്ചത്? അത് പറയും. വെറുതെ വിളിച്ചാണോ? അല്ല, ആ ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ എഗ്രിമെന്റ് ഫയലേ എന്നെ ഒന്ന് കാണിക്കോ? ഏയ്, അത് ഗവൺമെന്റ് ഫയലാ. അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. ഈ ഫയൽ ഇവിടെ വെച്ച ഇവന്റെ സ്വഭാവം വെച്ച് ഇവൻ ഇത് അടിച്ചു മാറ്റും. എന്നിട്ട് എന്തെങ്കിലും ഒരു വേല ഒപ്പിക്കും. അത് വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോകും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? നീ തെരുവിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കാണും. അകലേ നോവിനാലേ